So today we are going to learn about collision properties like collision diameter, collision number, etc. Okay. Actually ഇവിടെ നിന്ന് മുതലാണ് നമ്മളുടെ ഇത് തുടങ്ങുന്നത്, സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ളതൊക്കെ പ്രീ റിക്വസിറ്റ് നോളേജ് ആയിരുന്നു എങ്കിൽ പോലും അതും നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിലുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ collision properties. So, according to kinetic theory, the molecules are in a random motion and they will collide with each other. And also, according to that theory, there is no force of attraction in between the molecules. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ മോളിക്യൂൾസ് തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ബട്ട് ദാറ്റ് ഈസ് ഓൺലി അപ് ടു ദ കൊളീഷൻ വരെ മാത്രമാണ് ഈ ഇൻട്രാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ഹാവ് ടു മോളിക്യൂൾസ് ദാറ്റ് ആർ കൊളൈഡിങ്. രണ്ട് മോളിക്യൂൾ ഉണ്ട്, അത് കൊളൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഡ്യൂറിങ് ദെയർ കൊളീഷൻ വി ക്യാൻ സീ ദാറ്റ് ഇവരിങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ക്ലോസ്ലി അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് ദ ന്യൂക്ലിയസ്, ദീസ് ആർ ദ ന്യൂക്ലിയസ്. ഓക്കെ, സോ വെൻ ദേ അപ്രോച്ചിങ് close to each other, they will experience a repulsive force. ഉറപ്പാണല്ലോ, ഒരു റിപ്പൾസീവ് ഫോഴ്സ് അവർ എക്സേർട്ട് ചെയ്യും. സോ വെൻ ദേ ക്ലോസ് ഈച്ച് അതർ ദേ വിൽ എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ്. സോ ഡ്യൂ ടു ദാറ്റ് റിപ്പൾസീവ് ഫോഴ്സ് ദേ വിൽ നോക്ക്ഡ് ഔട്ട്, പരസ്പരം തട്ടി തെറിച്ചു പോകും. ലൈക്ക് ബില്ലിയാർഡ് ബോൾസ് പരസ്പരം തട്ടിപ്പോകുന്ന പോലെ ഇവർ തെറിച്ചു പോകും, നോക്കൗട്ടായി പോകും ബിക്കോസ് ഓഫ് ദിസ് റിപ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി അപ്പോൾ എങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? നോക്കൂ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി കൊളീഷൻ ഡയമീറ്റർ സിഗ്മ. കൊളീഷൻ നടക്കാൻ ചാൻസ് ഉള്ള ആ ഡയമീറ്ററിനെയാണ് എന്ന് പറയുന്നത് സിഗ്മ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൊളീഷൻ ഡയമീറ്റർ. Okay, so that is when the molecules are approaching each other, what will happen? There occurs repulsive force of attraction, and due to this repulsive force they will knocked out like billiard balls. So this model is also termed as billiard ball model. And the distance between the center of two gas molecules at the point of closest approach to each other is called as the collision diameter. ഈ സിഗ്മ, ഇതിനെയാണ് നമ്മൾ collision diameter എന്ന് പറയുന്നത്. So what is collision diameter? It is the distance between centers of two gas molecules at the point of closest approach to each other. It is the distance between the centers of two gas molecules at the point of closest approach to each other is called the collision diameter, and it is represented by sigma. Or we can say that when the diameter is sigma, ഇവർ തമ്മിലുള്ള ഡയമീറ്റർ സിഗ്മയായി വരികയാണെങ്കിൽ നമുക്ക് പറയാം ദ റോക്കേഴ്സ് കൊളീഷൻ. അപ്പോൾ അവിടെ കൊളീഷൻ ഉണ്ടാവും എന്ന് പറയാം. അതായത് ഈ സിഗ്മയിലേക്ക് അപ്രോച്ച് ഈ ഡിസ്റ്റൻസ് സിഗ്മയാവുന്ന സമയത്ത് എന്ത് നടക്കും? കൊളീഷൻ നടക്കും. ഇല്ലെങ്കിൽ കൊളീഷൻ നടക്കില്ല. അപ്പോൾ കൊളീഷൻ നടക്കുന്ന ആ ഡയമീറ്ററിനെ പറയുന്ന പേരാണ് കൊളീഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വേരിയസ് മോളിക്യൂൾസിൻ്റെയൊക്കെ കൊളീഷൻ ഡയമീറ്റർ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. For example, hydrogen, nitrogen, oxygen, etc. ഓക്കെ, സോ കൊളിഷൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ക്ലോസസ്റ്റ് അപ്രോച്ചിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഫോർ മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ദാറ്റ് കൊളിഷൻ ഡയമീറ്റർ ഇസ് ഫൗണ്ട് ടു ബി 2.74, 3.75, 3.61 respectively. And you know, this is equal to the diameter of the molecule itself അല്ലേ. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഡയമീറ്റർ 2.74 ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ കൊളിഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾസ് തന്നെയാണ്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. ദ കൊളീഷൻ ഡയമീറ്റർ സിഗ്മ വിൽ ബി ഈക്വൽ ടു ദി ഡയമീറ്റർ വെൻ ദ കൊളൈഡിങ് മോളിക്യൂൾസ് ആർ ഐഡൻറ്റിക്കൽ. അതായത് രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത് എങ്കിൽ കൊളീഷൻ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ദി ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ ഇറ്റ് സെൽഫ്. ബട്ട് ദ കൊളീഷൻ ഡയമീറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു ഡയമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ആവറേജ് ഓഫ് ദി ഡയമീറ്റർ വെൻ ദ മോളിക്യൂൾസ് ആർ ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു HCl ഗ്യാസ് എടുത്തു. അപ്പോൾ
HCl ഗ്യാസ് എടുക്കുക, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഹൈഡ്രജനും നൈട്രജനും എടുത്തു വിചാരിച്ചോളൂ കേട്ടോ. HCl അല്ല വരുന്നത്. ഹൈഡ്രജനും നൈട്രജനും എടുക്കുമ്പോൾ ആ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ദി ഡയമീറ്റർ. മനസ്സിലായോ? എന്താ കൊളിഷൻ ഡയമീറ്റർ? മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യാൻ വരുന്ന ഡയമീറ്ററാണ് കൊളിഷൻ ഡയമീറ്റർ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ടു മോളിക്യൂൾസ് ഓഫ് ദെയർ ക്ലോസസ്റ്റ് അപ്രോച്ച്. ഏറ്റവും ക്ലോസസ്റ്റ് അപ്രോച്ച് ആകുമ്പോൾ ഉള്ള ഡയമീറ്റർ ആണ് കൊളിഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദേ ആർ ഐഡൻറ്റിക്കൽ, രണ്ട് ആറ്റംസും ഐഡൻറ്റിക്കൽ ആണ് എങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദി ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ ഇറ്റ് സെൽഫ്. ഇഫ് ദ ടു അപ്രോച്ചിങ് ആറ്റംസ് ആർ ഡിഫറെൻറ്റ്, സിഗ്മ വിൽ ബി ആവറേജ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ. ഇപ്പോൾ ഹൈഡ്രജനും നൈട്രജനും ഉള്ള കൊളിഷൻ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ ഡയമീറ്ററും നൈട്രജൻ്റെ ഡയമീറ്ററും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ആയിരിക്കും കൊളിഷൻ ഡയമീറ്റർ. മനസ്സിലായില്ലേ? കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഡയമീറ്ററാണ് എന്താ? കൊളിഷൻ ഡയമീറ്റർ. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി കൊളിഷൻ ക്രോസ് സെക്ഷൻ. Collision cross section means we know that for a collision to occur, the molecule must come with a distance of sigma. അല്ലേ? നോക്കൂ, ഈ ഒരു മോളിക്യൂൾസ്, സോറി ഇവിടെ വരയ്ക്കാം, രണ്ട് മോളിക്യൂൾസ് when they come closer and when the distance between them is sigma ആണെങ്കിൽ there occurs collision ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ മോളിക്യൂളിൻ്റെ അടുത്ത് തന്നെ, അതായത് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു മോളിക്യൂൾ ഇവിടെ വരിക വിചാരിച്ചോളൂ, ഇവിടെ. ഓക്കെ, ഇവിടെ അങ്ങനെ വരച്ചു ഞാൻ. അപ്പോഴും അത് സിഗ്മയിൽ വന്നാൽ അതും കൊളൈഡ് ചെയ്യും. ദെൻ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട് വിചാരിച്ചോളൂ, ആ ഒരു റീജിയനിൽ വന്നാലും കൊളിഷൻ നടക്കും, ഇവിടെ വേറെ വന്നാലും കൊളിഷൻ നടക്കും അല്ലേ? അപ്പോൾ നമുക്ക് സിംപ്ലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നോക്കൂ, ഇങ്ങനെ ഒരു സർക്കിൾ. ഓക്കെ, ഇത് കറക്റ്റ് സർക്കിളാവണേ, ഇത് രണ്ടും സെയിം ആണേ. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ ദർ ഒക്കേഴ്സ് കൊളിഷൻ അല്ലേ? നോക്കൂ, ഈ ഒരു മോളിക്യൂളിന്, നമ്മളെ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന മോളിക്യൂളിന് ഇതുമായിട്ട് കൊളൈഡ് ചെയ്യണമെങ്കിൽ ഈ സിഗ്മ വരും. അപ്പോൾ നോക്കൂ, ഈ ഡിസ്റ്റൻസ് ഇതെല്ലാം സിഗ്മയാണ് കേട്ടോ. ആ സിഗ്മ എന്നുള്ള ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരു ഗ്യാസ് മോളിക്യൂൾ വന്നാലും അത് കൊളൈഡ് ചെയ്യും അല്ലേ? സോ ആ ഒരു ഏരിയയെ പറയുന്ന പേരാണ് കൊളിഷൻ ക്രോസ് സെക്ഷൻ. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ദ ടാർജറ്റ് ഏരിയ. ഇറ്റ് ഈസ് ദ ടാർജറ്റ് ഏരിയ that one molecule presents to another. It is the target area that one molecule presents to another for a collision is called collision cross section. It is the target area that one molecule presents to another. മറ്റൊരാളുമായിട്ട് കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഇല്ലേ? ഏത് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എന്നാൽ ഇവിടെ ഈ മോളിക്യൂളായിട്ട് ഇതൊരിക്കലും കൊളൈഡ് ചെയ്യില്ല അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസിൽ വന്നാൽ മാത്രമാണ് അവിടെ കൊളിഷൻ നടക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ദ ടാർജസ്റ്റ് ഏരിയ ദാറ്റ് വൺ മോളിക്യൂൾ പ്രസൻറ്റ് ടു അനദർ ഈസ് കോൾഡ്, ദാറ്റ് ഈസ് ഫോർ എ കൊളീഷൻ ഈസ് കോൾഡ് കൊളീഷൻ ക്രോസ് സെക്ഷൻ. അതിനെ നമ്മൾ സിഗ്മ CS എന്നാണ് പറയുക കേട്ടോ, കൊളീഷൻ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം, ഈ ഒരു ഏരിയയാണ് കൊളിഷൻ ക്രോസ് സെക്ഷൻ. സോ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ഹാവിങ് ഡയമീറ്റർ എന്തായിരിക്കും? സിഗ്മ. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ദ ഏരിയ വിത്ത് എ ഡയമീറ്റർ സിഗ്മ. ഡയമീറ്റർ സിഗ്മ ആയിട്ടുള്ള ആ സർക്കിളിൻ്റെ ഏരിയയിലേക്ക്, ആ ഏരിയ ആയിരിക്കും അതിൻ്റെ കൊളീഷൻ ക്രോസ് സെക്ഷൻ. Okay, so what is collision cross section? It is the target area that one molecule present to another for a collision is called as a collision cross section and is equal to the area of a circle having radius r. Okay, and that radius is equal to collision diameter. ഈ radius പറയുന്നത് സിഗ്മ അല്ലേ? That is equal to collision diameter. Okay, so target area, that is the collision cross section, sigma is CS is equal to area of this circle. Area of this സർക്കിൾ ഹാവിങ് റേഡിയസ് സിഗ്മ. സോ റേഡിയസ് r ആണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? പൈ r സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ സോ ഇവിടെ പൈ, ഇവിടെ ആ റേഡിയസ് എന്ന് പറയുന്നത് സിഗ്മയാണ്, പൈ സിഗ്മ സ്ക്വയർ. സോ സിഗ്മ CS ദാറ്റ് ഈസ് കൊളീഷൻ ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു പൈ സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായോ ക്രോസ് സെക്ഷൻ? അതായത് ഈ ഒരു ഏരിയയിൽ വരുന്ന മോളിക്യൂളുമായിട്ടൊക്കെ ഈ മോളിക്യൂൾ കൊളൈഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ നോക്കൂ, ഇതൊരു പ്ലെയിൻ പേപ്പറാണ്, അതൊരു 2 ഡയമെൻഷണൽ സർഫസ് ആണ്. അതിൻ്റെ മുകളിൽ ഇതേ ഡയമീറ്റർ നോക്കൂ, ഈ ലെങ്ത്തിൽ തന്നെ ഇവിടെ ഒരു മോളിക്യൂൾ വന്നു വിചാരിച്ചോളൂ.
അപ്പോഴും കൊളൈഡിയിൽ ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരും അല്ലേ. അപ്പോൾ നോക്കുക, അപ്പോൾ ഇങ്ങനെ മുകളിലേക്കും അതേപോലെ താഴത്തേക്കും. സോ വി ക്യാൻ കൺസിഡർ ദ ഏരിയ അറൗണ്ട് ദാറ്റ് ആസ് എ സിലിണ്ടർ അല്ലേ. ഒരു മോളിക്യൂൾ സെൻറ്ററിൽ നിൽക്കുകയാണെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ അതിന് മറ്റു മോളിക്യൂളുമായിട്ട് കൊളൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ആ സിലിണ്ട്രിക്കൽ ഷേപ്പിൻ്റെ റേഡിയസ് ആണ്, ആ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതാണ് കൊളീഷൻ ഡയമീറ്റർ സിഗ്മ. ആൻഡ് സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു സർക്കിളാണ്. അതിൻ്റെ ആ സർക്കിളിൻ്റെ ഏരിയയെ പറയുന്ന പേരാണ് കൊളീഷൻ ക്രോസ് സെക്ഷൻ. മനസ്സിലായോ കുട്ടികളെ? കൊളീഷൻ ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ഏതൊക്കെ ഏരിയയിൽ ഈ മോളിക്യൂളിന് കൊളൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഈ ഒരു റീജിയണിലാണ് അല്ലേ. പക്ഷേ ഇത് പ്ലെയിൻ ആണ്. ബട്ട് ഇഫ് യു ആർ കൺസിഡറിങ് എസ് എ 3 ഡയമെൻഷണൽ പിക്ചറിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ളവരുമായിട്ട് കൊളൈഡ് ചെയ്തൂടെ. അതായത് ഈ സിഗ്മ റേഞ്ചിൽ വരുന്നവർക്ക്, അതുപോലെ താഴെയും. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ. ആ സിലിണ്ടറിൻ്റെ റേഡിയസ് അതാണ് കൊളിഷൻ അല്ലേ. നോക്കൂ, ആ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് കൊളിഷൻ ഡയമീറ്റർ. ആ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ അതേതാണ്? ഒരു സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ എപ്പോഴും സർക്കിൾ ആയിരിക്കും അല്ലേ. ആ സർക്കിളിൻ്റെ ഏരിയയെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയുക? കൊളീഷൻ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സോ വിൽ ടുഡേ ലേൺ അബൌട്ട് സിഗ്മ, കൊളീഷൻ ആൻഡ് കൊളീഷൻ ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് പോയിന്റ് ഈസ് കൊളീഷൻ നമ്പർ. കൊളീഷൻ നമ്പർ ഈസ് ദ അതായത് ഒരു മോളിക്യൂൾ എത്ര കൊളീഷനിൽ വരുന്നു, എത്ര കൊളീഷൻ ഒരു മോളിക്യൂളിന് വരുന്നു എന്നുള്ളതാണ് കൊളീഷൻ നമ്പർ. കൊളീഷൻ നമ്പർ ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് കൊളീഷൻസ്. ആവറേജ് നമ്പർ ഓഫ് കൊളീഷൻസ് സഫേർഡ് ബൈ എ സിംഗിൾ മോളിക്യൂൾ ഒരു പ്രത്യേക ടൈമിൽ പ്രത്യേക വോളിയത്തിൽ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് കൊളീഷൻസ് സഫേർഡ് ബൈ എ സിംഗിൾ മോളിക്യൂൾ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഗ്യാസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കൊളീഷൻ നമ്പർ? ഇറ്റ് ഈസ് ദി average number of collisions suffered by a single molecule per unit time per unit volume of a gas is termed as collision number. It is represented by the letter Z. And by kinetic theory calculation, the value of Z is found to be, the equation for Z is √2 pi V sigma squared rho. Z is equal to Z. Collision number Z is equal to √2 pi V sigma squared rho. അപ്പോൾ പറയൂ, എന്താണ് Z? കൊളീഷൻ നമ്പർ. പൈ എന്ന് പറഞ്ഞു വെച്ചാൽ കോൺസ്റ്റൻ്റ് അറിയാം. ആൻഡ് V ആവറേജ് വെലോസിറ്റി, സിഗ്മ കൊളീഷൻ ഡയമീറ്റർ, റോ എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റിയാണ്. എന്താ നമ്പർ ഡെൻസിറ്റി പറഞ്ഞാൽ? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോളിയം. ടോട്ടൽ നമ്പർ എന്നാണെങ്കിൽ പെർ വോളിയം, അതാണ് റോ എന്ന് പറയുന്നത്. സോ എന്താ കൊളീഷൻ നമ്പർ? ഇറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് കൊളീഷൻ സഫേർഡ് ബൈ എ സിംഗിൾ മോളിക്യൂൾ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ. നമുക്കതിനൊരു യൂണിറ്റ് ഉണ്ടാക്കി കൊടുത്താലോ? യൂണിറ്റ് √2 പൈ ഇല്ലേ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ എന്താണ് വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പം മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് കൊടുക്കാം. ദെൻ സിഗ്മ എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഡയമീറ്റർ. അപ്പം മീറ്ററിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ. ആൻഡ് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി, നമ്പർ ബൈ വോളിയം. വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ വോളിയം മീറ്റർ റേസ് ടു -3. അപ്പോൾ മീറ്റർ 1 മീറ്റർ 2 മീറ്റർ റേസ് ടു. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് വന്നു. കൊളീഷൻ നമ്പറിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് റേസ് ടു -1. So that is collision number. The number of average collisions suffered by a single molecule at unit time and unit volume. That is collision number Z, and this is the equation. ഓക്കെ. സോ നമ്മൾ കൊളീഷൻ ഡയമീറ്റർ പഠിച്ചു, കൊളീഷൻ ക്രോസ് സെക്ഷൻ, കൊളീഷൻ നമ്പർ, ദെൻ കൊളീഷൻ ഫ്രീക്വൻസി. എന്തായിരുന്നു കൊളീഷൻ നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആവറേജ് കൊളീഷൻസ് പെർ സിംഗിൾ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന ആവറേജ് കൊളീഷൻസ് ആയിരുന്നു. ആൻഡ് കൊളീഷൻ ഫ്രീക്വൻസി ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ്. ഒരു ഗ്യാസിലുള്ള മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ കൊളീഷൻസ് ആണ് കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി ഈസ് ദ
total number of collisions between molecules of a gas as per unit time per unit volume is called collision frequency. എന്താ അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് ആവറേജ് collision, number of average collisions experienced by one single molecule, and this is the total number of collisions of a molecules of a gas at a particular time and per unit time and unit volume, and it is represented as Z11 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാം. Z11 എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഒരു ഓക്കെ, സോ Z11 മസ്റ്റ് പ്രൊപ്പോർഷണൽ ടു Z അല്ലേ? ഒരു മോളിക്യൂൾ എത്ര കൊളിഷൻസ് എക്സേർട്ട് ചെയ്യുന്നു അതാണ് Z. ഓക്കെ, ആൻഡ് ഓൾസോ എത്ര മോളിക്യൂൾസ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ? എത്ര മോളിക്യൂൾസ് ഉണ്ട് പറയുന്നത് നമ്പർ ഡെൻസിറ്റി rho, that is number of molecules per unit volume. And you know, one collision means the collision between two molecules ആണ് അല്ലേ? So total number of collisions പറയുമ്പോൾ we want to divide it by 2 represent ചെയ്യണം. Okay, so how we can represent Z11, the collision frequency, √2 pi v sigma squared rho into rho divided by 2. Okay, so 2 can be represented as √2 into √2. So what will happen? 1 by √2 pi v sigma squared rho squared. 1 by √2 pi v sigma squared rho squared എന്ന് എഴുതാം. That is Z11 collision frequency. It is the total number of collisions ഓഫ് എ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ്. ഒരു ഗ്യാസ് മോളിക്യൂൾസ് എടുത്താൽ അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസ് ആണ് കൊളിഷൻ ഫ്രീക്വൻസി. കൊളിഷൻ നമ്പർ എന്ന് പറയുന്നത് ആവറേജ് കൊളിഷൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സിംഗിൾ മോളിക്യൂൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ 1 by √2 pi v sigma squared rho squared. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ യൂണിറ്റ് എന്തായിരിക്കും? ഇതും ഇതിൽ തമ്മിലുള്ള വ്യത്യാസം, ഇതിലൊരു റോ സ്ക്വയേർഡ് ഉണ്ട്, ഇതിൽ റോ മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഇത് (10⁻⁻1 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? വി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ (10⁻⁻1). സിഗ്മ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ സ്ക്വയേർഡ് മീറ്റർ സ്ക്വയേർഡ് ആക്കി എഴുതാം. ആൻഡ് റോ എന്ന് പറയുന്നത് മീറ്റർ (10⁻3) അതിൻ്റെ സ്ക്വയർ വരും അല്ലേ? ഓക്കെ, സോ നമുക്ക് കിട്ടും (10⁻⁻1 മീറ്റർ (10⁻3). സോ ഫോർ കൊളിഷൻ ഫ്രീക്വൻസി ദ യൂണിറ്റ് ഈസ് (10⁻⁻1 മീറ്റർ (10⁻3). So here the collision frequency Z11 is equal to 1 by √2 pi v sigma squared s rho squared അല്ലേ? ഓക്കെ, സോ നമുക്കറിയാം that Z11 the collision frequency that depends on average velocity v, sigma the collision diameter, and rho the number density. And you know, for a given sigma and rho, Z11 is proportional to average velocity. And we know what is the average velocity equation? V is equal to 8 RT divided by pi m. You just substitute here, so we can write Z11 is equal to 1 by √2 pi. V ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 8 RT √8 RT by pi m കൊടുത്തു. Then sigma squared rho squared. ഓക്കെ, അതിനെ നമുക്ക് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്താം. √2 പൈനെ നമുക്ക് √π ഇൻറ്റു √π എഴുതാം അല്ലേ? ആൻഡ് ഇവിടെയുള്ള 8 RTനെ ടീച്ചർ 4 × 2 RT by pi m എന്ന് എഴുതി. സിഗ്മ സ്ക്വയർഡ് റോ സ്ക്വയർ എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് 1 by √2. ഈ √πയും വെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ മുകളിലൊരു √π ഉണ്ട്. ദെൻ 4നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, 2 ഒന്ന് എടുത്തു. ദെൻ ഈ √2ഉം ഈ √2ഉം നമ്മൾ വെട്ടിപ്പോകും അല്ലേ? സോ ഇവിടെ വി ഹാവ് √π ഇൻറ്റു √4 എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു വി ഹാവ് √2 RT ഡിവൈഡഡ് ബൈ m വരും. ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർഡ് റോ സ്ക്വയർ എഴുതാം. സോ ഹൗ വി ക്യാൻ റൈറ്റ് 2 √π. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം √2, ഈ √2ഉം ഈ √2ഉം ക്യാൻസൽ ചെയ്യും. √π RT ഡിവൈഡഡ് ഹോൾ റൂട്ടാണ് ബൈ m sigma squared rho squared. So this is the equation, that is Z11 is equal to എന്ത് വരുന്നു? നമ്മൾ വാല്യൂ ഓഫ് ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 sigma squared rho squared √π RT divided by m എന്ന് വന്നു. ഓക്കെ, so the collision frequency is equal to
2 root pi RT by m sigma square S square. And you know, at usual temperature and pressure, that is ordinary temperature and pressure, the Z11 value of Z11 is equal to 10 raised to 34 second raised to minus 1 meter raised to ഇത്രയും collisions, total number of collisions must be 10 raised to 34 ഒക്കെ ആയിരിക്കും. Okay, then we can apply certain conditions, and the first one, at constant pressure കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക വിചാരിച്ചോളൂ. ഈ ഇക്വേഷനിൽ നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ ദാറ്റ് Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആണെന്നാണ്. നമ്മൾ സിഗ്മയും റോയും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും മാത്രം നോക്കുമ്പോൾ മനസ്സിലായി Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ, ബിക്കോസ് ദീസ് ഫാക്ടർ ബേസ്ഡ് ഓൺ പ്രഷറാണ്. ഓക്കെ, സോ Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി, ദാറ്റ് ഈസ് ദ കൊളിഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ. Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് കേട്ടോ. ദെൻ നമ്മൾ so at constant pressure Z11 is proportional to root 2, that is the temperature to Kelvin. Next we can check at constant temperature നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ് വിചാരിച്ചോളൂ. Z11 is proportional to, അപ്പോൾ നമ്മൾ റോ മാത്രം നോക്കിയാൽ മതി, that is rho squared. Z11 is proportional to rho squared, that is number density. What is number density? Number of molecules per unit volume. Okay, that is rho is proportional to rho is equal to number by unit volume അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം rho is proportional to 1/v എന്ന് പറയാം. 1/v എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷറാണ് അല്ലേ. rho is proportional to pressure, so how we can write Z11 is proportional to പ്രഷർ സ്ക്വയർ എന്ന് പറയാം, റോ സ്ക്വയർ, കാരണം റോ പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. സോ Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ. അത് മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയപ്പോൾ ഈ ടേമിനെ നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. സോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ, സ്ക്വയർ ഓഫ് ദി പ്രഷർ. Z1, the collision frequency is directly proportional to the square of the number density or square of the pressure. Okay, and the last ഒരു കണ്ടീഷൻ, വി ഹാവ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ടെമ്പറേച്ചറും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി, പ്രഷറും അപ്പോൾ ഈ രണ്ട് ടേമും കോൺസ്റ്റൻ്റ് ആയാൽ നമുക്കറിയാം ഒബ്വിയസ്ലി Z11 ഈസ് പ്രൊപ്പോർഷണൽ ടു സിഗ്മ സ്ക്വയർ. വാട്ട് ഈസ് സിഗ്മ സ്ക്വയർ? കൊളീഷൻ ഡയമീറ്റർ. സോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊളീഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊളീഷൻ ഡയമീറ്റർ സിഗ്മ സ്ക്വയർ. സോ ഇത് അറിഞ്ഞിരിക്കണം ഇക്വേഷൻ. ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ it is proportional to p squared. At constant temperature and pressure Z11 is proportional to sigma square collision diameter. Okay, so the collision frequency Z11 is equal to 1 by root 2 pi v sigma squared rho squared. ഇവിടെ Z11 എന്ന് എഴുതാനുള്ള കാരണം രണ്ടും സെയിം ആണ്, ഐഡൻറ്റിക്കൽ മോളിക്യൂൾസ് ആണ്. സപ്പോസ് ദ മോളിക്യൂൾസ് ആർ ഡിഫറെൻറ്റ്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഉണ്ട് വിചാരിച്ചോളൂ. അതായത് ഒരു മോളിക്യൂള് വേറൊരു മോളിക്യൂളായിട്ട് തമ്മിലുള്ള കൊളിഷൻ, അപ്പോൾ Z12 എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ Z12 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1 by root 2 pi v സിഗ്മ സ്ക്വയേർഡ് റോ സ്ക്വയർ എന്നുള്ളതിന് പകരം റോ 1 റോ 2 എന്നാണ് കൊടുക്കുക. സോ ദിസ് ഈസ് ഫോർ നോൺ ഐഡൻറ്റിക്കൽ മോളിക്യൂൾസ് തമ്മിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ Z12 നമ്മൾ എഴുതും. സെയിം ആണെങ്കിൽ Z11 ഈസ് ഈക്വൽ ടു 1 by root 2 pi v സിഗ്മ സ്ക്വയേർഡ് റോ സ്ക്വയേർഡ്. ഡിഫറെൻ്റ് ആണെങ്കിൽ Z12 ഈസ് ഈക്വൽ ടു 1 by root 2 pi v സിഗ്മ സ്ക്വയേർഡ് റോ 1 റോ 2. അതായത് നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ടൈപ്പ് 1 മോളിക്യൂൾ, നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ടൈപ്പ് 2 molecules. അപ്പോൾ ഇതുകൂടി അറിഞ്ഞിരിക്കണം കേട്ടോ, Z11 ആൻഡ് Z12. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ കൊളിഷൻ പാരാമീറ്റേഴ്സ് ആർ മീൻ ഫ്രീ പാത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ ഫ്രീ പാത്ത് റെപ്രസെൻറ്റഡ് ബൈ ലാംഡ. ആൻഡ് ബിഫോർ ദാറ്റ് വി വാണ്ട് ടു ലേൺ അബൌട്ട് ഫ്രീ പാത്ത്. And free path is the distance traveled by a molecule between two successive collisions. ഒരു കൊളിഷൻ നടക്കുമ്പോൾ ഒരു മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ഫ്രീ പാത്ത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ per two successive collisions. And you know, during the collision their velocity will change. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതും ചേഞ്ച് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രീ പാത്ത് പറഞ്ഞ കാര്യമില്ല. സോ വി ആർ യൂസിങ് ദ ടേം മീൻ ഫ്രീ പാത്ത്. സോ mean free path is the average distance traveled by a molecule between two successive collisions.
That is, what is the mean free path? It is the average distance traveled by a molecule between two successive collisions. It is represented by lambda. Free path is the distance traveled by a molecule per successive collisions. Mean free path is the mean average distance traveled by a molecule per between two successive collisions. Okay, suppose a molecule travel v meters in 1 second. V meters in 1 second. V meter in 1, that is velocity ആണല്ലേ. എത്ര മീറ്റർ ഇൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ദാറ്റ് ഈസ് നമുക്കറിയാം വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആവറേജ് വെലോസിറ്റിയാണ്. ഓക്കെ, സോ സെഡിനെ നമുക്ക് എങ്ങനെ ലാംഡയ്ക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കുക. ലാംഡ പറയുന്ന മീൻ ഫ്രീ പാത്ത് ഈസ് ഈക്വൽ ടു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് വി. ഓക്കെ, ഇത് പെർ സെക്കൻഡ് ആയതുകൊണ്ടാണ് ഇത് ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആയത്. സോ ആക്ച്വലി വി എന്ന് പറയുന്നത് ഇത്ര മീറ്റർ ഇൻ 1 സെക്കൻഡാണ്. അപ്പോൾ 1 നമ്മൾ വിടുക, അപ്പോൾ വി എന്ന് മാത്രം എഴുതിച്ചാൽ അതിന് എന്തായത് ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആയി അല്ലേ. ഓക്കെ, ആൻഡ് വി മീറ്റർ ആൻഡ് ഡിവൈഡഡ് ബൈ സെഡ്. സെഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൊളിഷൻസ് ആണ്. Z is the number of collisions. So lambda is equal to V by Z, where V is the average velocity, Z is the number of collisions. അപ്പോൾ number of collisions നമ്മളൊരു ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. What is lambda is equal to V divided by Z. എന്തായിരുന്നു Z-ൻ്റെ ഇക്വേഷൻ? √2 pi V sigma squared rho. ഇത് പഠിച്ചില്ലേ ആദ്യം നമ്മൾ കൊളിഷൻ എവിടെയായിരുന്നത്? കൊളിഷൻ നമ്പർ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ നമ്മളിത്? ഓക്കെ, അത് തന്നെയാണ് കൊളിഷൻ നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കൊളിഷൻസ്. ഓക്കെ, സോ വി ബൈ √2 pi V സിഗ്മ സ്ക്വയർ റോ. അപ്പം നമ്മൾ ഈ വിയും കട്ട് ചെയ്ത് പോകും. സോ വാട്ട് ഈസ് ലാംഡ മീൻ ഫ്രീ പാത്ത് ഈസ് ഈക്വൽ ടു √2 pi സിഗ്മ സ്ക്വയർ റോ. ടെക്സ്റ്റിൽ ഇവിടെ വി എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി കറക്റ്റ്. Okay, so mean free path is the average distance traveled by a molecule per unit time at unit volume. Okay, so lambda is equal to 1 by √2 pi sigma squared rho. What is sigma? Collision diameter. Rho, number density. Okay, and we can see that lambda is inversely proportional to sigma square, that is the collision diameter. അപ്പോൾ smaller the molecule, higher will be the lambda. ചെറിയ molecule ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. സ്മോളർ ദ മോളിക്യൂൾ, അതായത് സ്മോളർ എന്ന് വെച്ചാൽ ഡയമീറ്റർ കുറവായിരിക്കും അല്ലേ, ഹയർ ദ ലാംഡ. ആൻഡ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ ലാംഡ ഈസ് ഫൗണ്ട് ടു ബി, മീൻ ഫ്രാപ്ത് ഈസ് ഫൗണ്ട് ടു ബി അബൌട്ട് 110⁻⁷ മീറ്റർ ആണ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ്. അതായത് മിക്കവാറും ഗ്യാസസിന് ഇതാണ് പറഞ്ഞു വെച്ചാൽ ഡയമീറ്ററിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ല. കാരണം എല്ലാ ഡയമീറ്റർ മോളിക്യൂൾസിൽ നമ്മൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 10⁻⁷ മീറ്റർ എന്ന് എടുക്കാം. സോ ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത്. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ mean free path. What is the effect of temperature and pressure on mean free path? We have the equation mean free path lambda is equal to 1 by √2 pi rho squared, sigma squared rho എന്നറിയാം നമുക്ക് അല്ലേ. ഇനി എങ്ങനെയാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ? ഓക്കെ, നമുക്കറിയാം ഫോർ PV is equal to nRT. We have the gas equation PV is equal to nRT. Okay, so N by V is equal to, നമുക്ക് എഴുതാം N by V is equal to P by RT എന്ന് എഴുതാം. N by V is equal to P by RT and multiply both subs by Avogadro number N0. So what is N0 by V is equal to P N0 by RT എന്ന് കൊടുത്തു. So what is N എന്ന് പറഞ്ഞാൽ number of moles, N0 is the Avogadro number. So Avogadro number in number of moles എന്ന് വെച്ചാൽ total number of molecules per unit volume അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം? റോ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം റോ ഈസ് ഈക്വൽ ടു പി N0 by RT എന്ന് എഴുതി അല്ലേ. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, P by R by N0 എന്ന് കൊടുത്തൂടെ, കാരണം അപ്പോൾ ഈ മോളിലേക്ക് N0 ഇല്ലേ, P by R by N0 T എന്ന് കൊടുത്തു. എന്താ R by N0? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? R by N0 ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് കെ പഠിച്ചില്ലേ നമ്മൾ? കെ ആർ ബൈ N0 ഈസ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. സോ റോ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? റോ ഈസ് ഈക്വൽ ടു പി ബൈ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് റോ ഇൻ മീൻ ഫ്രീ പാത്ത്. വാട്ട് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു 1 by √2 pi. വിയും ക്യാൻസൽ ചെയ്ത് പോയി. റോ സിഗ്മ സ്ക്വയേർഡ് റോ ആയിരുന്നു അല്ലേ, സിഗ്മ സ്ക്വയേർഡ് റോ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും?
KT സ്മോൾ k ആണത് KT ഡിവൈഡഡ് ബൈ √2 പൈ സിഗ്മ സ്ക്വയേർഡ് വരും. ലാംഡ ഈസ് ഈക്വൽ ടു KT ഡിവൈഡഡ് ബൈ √2 പൈ സിഗ്മ സ്ക്വയേർഡ് എന്ന് വന്നു അല്ലേ. ഓക്കെ, സോ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ KT ബൈ പി ഉണ്ട്. ഓക്കെ, KT ബൈ പി ഉണ്ട് കാരണം P/KT അല്ലേ. ഓക്കെ, KT ബൈ √2 പൈ സിഗ്മ സ്ക്വയർ. ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു K ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. സപ്പോസ് പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് വിചാരിച്ചോളൂ. ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. പ്രഷർ കോൺസ്റ്റൻ്റ്, സിഗ്മ ദാറ്റ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. ഡയമീറ്റർ ഒരിക്കലും പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഡിറ്റർമിൻ ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വെൻ കോൺസ്റ്റൻറ്റ് പ്രഷർ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മീൻ ഫ്രീ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മീൻ ഫ്രീ പാത്ത് ഇൻക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊളീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ മീൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടും. ദെൻ സപ്പോസ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, വി ക്യാൻ സേ ദാറ്റ് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി proportional to pressure. So mean free path is inversely proportional pressure. As pressure increases mean free path അല്ലെ. പ്രഷർ കൊടുക്കുമ്പോൾ മോളിക്യൂൾസ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുക ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ആ കൈനറ്റിക് തിയറീനെയൊക്കെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആൻഡ് ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p. മീൻ ഫ്രീ പാത്ത് അതിൻ്റെ എഫക്റ്റ്. ഓക്കെ, so we started the new section collision properties. So in that section we learn about collision diameter. So when molecules are come close to each other, they will experience repulsive force ഉണ്ടാവും അല്ലേ. അങ്ങനെ ക്ലോസ് ആയി അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ദാറ്റ് റിപ്പൾസീവ് ഫോഴ്സ് കാരണം they will knocked out. So that during that closest approach the distance between the center is termed as the collision diameter. It is represented by sigma. Sigma എന്ന് പറയുന്നത് collision diameter ആണ്. It is the distance between the centers of two molecules when during their closest approach. Okay, and പലപ്പോഴും ഇത് കണ്ടുപിടിച്ചു, that is the collision diameter is equal to the diameter of the molecule itself. സോ ഫോർ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണെങ്കിൽ അതൊരു ആവറേജ്, രണ്ട് മോളിക്യൂൾസിൻ്റെ ആവറേജ് എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു കൊളിഷൻ ഡയമീറ്റർ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് കൊളിഷൻ ക്രോസ് സെക്ഷൻ? നമ്മളൊരു മോളിക്യൂൾ എടുത്തു വെച്ചാൽ അതിൻ്റെ ചുറ്റുപാടും ഈ സിഗ്മ ലെങ്ത്തിൽ അതായത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കൊളിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ collision cross section is the target area that a molecule presents on another molecules for collision. അതാണ് ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് സിഗ്മ CS is equal to pi. That is the area of a circle having radius sigma ആയിരിക്കും, pi sigma square. Then what is collision number? Collision number is the average collisions experienced by a molecule per unit time per unit volume. Sigma Z is equal to √2 pi v sigma squared rho ആണ്. ഓക്കെ, ആൻഡ് യൂണിറ്റ് നമുക്ക് മനസ്സിലായി, second raised to -1. Then what is collision frequency? Collision frequency എന്ന് പറയുന്നത് total number of collisions of a molecule in a gas ആണ്. So for bimolecular collisions that is രണ്ടും സെയിം ആണെങ്കിൽ Z11നെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തു. what is that 1/√2 pi v sigma squared rho square എന്ന് കൊടുത്തു. ഓക്കെ, അതൊന്ന് മനസ്സിലായി. Z11 is proportional to v average velocity. നമ്മൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കൊടുത്തു ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എത്തി അല്ലേ. അപ്പോൾ നമുക്ക് പറയാം മറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കുമ്പോൾ Z11 is proportional to √T, ടെമ്പറേച്ചറിൻ്റെ സ്ക്വയർ റൂട്ടിന്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ Z11 is proportional to റോ സ്ക്വയർ ആണ്. റോ സ്ക്വയർ എന്ന് പറയുന്നത് പി സ്ക്വയറിന് കറസ്പോണ്ടിങ് ആണ്. സോ ദാറ്റ് ഈസ് Z11 is proportional to പ്രഷറായി. ദെൻ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ Z11 is proportional to collision diameter. സോ Z11 എന്ന് പറയുന്നത് സെയിം മോളിക്യൂൾസ് ആകുമ്പോഴാണ് അല്ലേ. സോ ഇഫ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് വി ക്യാൻ റൈറ്റ് 1/√2 pi v സിഗ്മ സ്ക്വയർഡ് റോ 1 റോ 2 എഴുതാം. റോ 1 എന്ന് വെച്ചാൽ ടൈപ്പ് 1 മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റി, റോ 2 ടൈപ്പ് 2 മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റി. Then we discussed the mean free path lambda. So first we learn about the free path. Free path is the distance traveled by a molecule per successive collisions ആണ്. ഓക്കെ, സോ അത് ഡിഫറെൻ്റ് ആയി ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ പുതിയൊരു ടേം കൊടുക്കുന്നു, മീൻ ഫ്രീ പാത്ത്. ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ഡ്യൂറിങ് സക്സസീവ് കൊളീഷൻസ്. ഓക്കെ, അതിന് നമ്മളൊരു ഇക്വേഷൻ ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് എത്ര പേര് ട്രാവൽ ചെയ്തു എന്ന്. ഓക്കെ, അപ്പോൾ V/Z കിട്ടി. സെഡിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, വിയും കട്ട് ചെയ്ത്. സോ വി ഹാവ് ദിസ് ഇക്വേഷൻ. അപ്പോൾ അന്ന് മനസ്സിലായി ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/sigma square. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, കൊളിഷൻ ഡയമീറ്റർ അല്ലേ. അപ്പോൾ മോളിക്യൂൾസ് സ്മാൾ ആണെങ്കിൽ മീൻ ഫ്രീ പാത്ത് കൂടും. പിന്നെ നമുക്കറിയാം ഒരു ആവറേജ്
ടെമ്പറേച്ചറിലും പ്രഷറിലും എപ്പോഴും മോളിക്യൂൾസിൻ്റെ ലാംഡ എന്ന് പറയുന്നത് 10⁻⁻7 മീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ മീൻ ഫ്രീ പാത്ത്. ലാംഡ നമുക്ക് ഇക്വേഷൻ എഴുതി. ദെൻ നമുക്കറിയാം PV = nRT ആണ്. അതിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തു. ദെൻ അവഗാഡ്രോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോളിയം ആണ്. അത് റോ ആണ് അല്ലേ, നമ്പർ ഡെൻസിറ്റി. എന്നിട്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനം ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, KT/√2πσ²P കിട്ടും. ദാറ്റ് ഈസ് ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ മീൻ ഫ്രീ പാത്ത് കൂടും. ഓക്കെ, ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. പ്രഷർ കൂടുമ്പോൾ ഇത് കുറയും. ഓക്കെ, ഇനി 2-3 പ്രോബ്ലംസ് ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്ക് ഗംഗ ഇതാക്കിയത് അയച്ചെന്ന് നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തില്ലേ? അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കൂ കേട്ടോ.